ദൈവം എന്ന് പറയുന്ന സങ്കല്പം എവിടെ നിൽക്കും? ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഒരു കോൺട്രവേഴ്ഷ്യൽ സങ്കല്പം ആണ്. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ സെറ്റപ്പിൽ സിനേറിയോയിൽ അങ്ങനെയല്ല, അത് ഉള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന് ഒരുപാട് സയൻസൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഏത് കാര്യത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാലും അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ ഇത്രയും നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെന്നോ ഈ ഇൻപുട്ട് എൻ്റെ മെമ്മറി കിടക്കുന്ന സാധനമെല്ലാം ചാടി വരികയും അത് കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുകയും ഇൻ്റലക്റ്റ് അതിനകത്ത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിന് കറക്ഷൻസ് നടത്തുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ആക്റ്റീവായി കിടക്കാം. അതിൽ നിന്നാണ് ഈ റെഗുലേഷൻ എല്ലാം വരുന്നത്. ഇത് ശരിയെല്ലാം തോന്നിച്ചാൽ എനിക്ക് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാനല്ല ഇത് ചെയ്യുന്ന, ഞാൻ എൻ്റെ ശരീരത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഈ ശരീരം ഇങ്ങനെ കിട്ടിയിരിക്കുക. ആ ശരീരം കിട്ടുന്നതിന് വേണ്ടി രണ്ടാളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയും. അവർ ആകെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടർ ട്രൈറ്റ്സ് ഒക്കെ ഉള്ള കുറച്ച് ജീൻസ് മാത്രമാണ്. ആ ജീനുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ അമ്മയുടെ നേച്ചറും വന്നില്ല, അച്ഛൻ്റെ നേച്ചർ വന്ന് പുതിയൊരു നേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. അങ്ങനെ ഈ ക്രിയേറ്റ് ചെയ്തതിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഈ ഏതോ മറ്റൊരു ശക്തി അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു നോളജാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യവും പ്രകൃതിയിൽ നോക്കുമ്പോൾ അതിനകത്തൊരു ഇൻബിൽറ്റ് നോളജ് അതിനകത്തുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം. ആ നോളജിന്, ഈ പറയുന്ന നോളജ്, പിന്നെ ആ നോളജിൻ്റെ ബേസിസിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം, ആക്ടിവിറ്റിയിലേക്ക് കിടക്കുന്ന ഒരു സിസ്റ്റവും നമ്മളിവിടെ കാണുന്നു. അതിനുവേണ്ടി മില്യൺസ് ഓഫ് റിയാക്ഷൻസ് നമ്മുടെ ഓരോ കൊച്ചു സെല്ലിലും നടന്നുകൊണ്ടേയിരിക്കും. മൈക്രോസ്കോപ്പിക് എന്ന് പോലും പറയാൻ പറ്റാത്ത അതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു ലെവലിൽ ഈ ഫങ്ഷൻസ് എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ഇൻഫർമേഷൻ കോഡ് ചെയ്തിട്ടിരിക്കുന്നു. ആ കോഡഡ് ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും വർക്കാകത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സിസ്റ്റം എക്സിസ്റ്റൻസിന് വേണ്ടി നടക്കുകയും കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻപുട്ടിനെ എല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് ഫ്യൂച്ചറിലേക്ക് അതിനെ റിക്കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും സൂപ്പർ ഇൻ്റലിജൻസ് ആണിത്. ഒരു കമ്പ്യൂട്ടർ പോലെ സൂപ്പറായിട്ട് ഇത് ഇൻ്റലിജൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സുപ്രീം ഇൻ്റലിജൻസിനെ ഈശ്വരൻ എന്ന ഒരു പദത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. എങ്കിലും എന്തെങ്കിലും നമ്മൾ കാണാനും കമ്മ്യൂണിക്കേറ്റ് വേണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുമാണ്. നമ്മൾ എങ്ങനെ പറഞ്ഞിരുന്നാലും ഇത് പൂർണ്ണമായിട്ട് പറയാൻ ഒക്കത്തില്ല. കാരണം നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്കിലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കും കൂടെ കിട്ടിയാൽ കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു നോളജ് സിസ്റ്റം, നോളജിൻ്റെ ഫങ്ഷണൽ സിസ്റ്റം നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ സെല്ലുകൾ അത് കോഡ് ചെയ്തിട്ടിരിക്കുന്ന അതിനെ അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു എനർജി എന്ന് പറയാമോ, ഇൻ്റലിജൻസ് എന്നാണ് പറയാൻ പറ്റുക കുറച്ചുകൂടെ. അങ്ങനെ ഒരു ഇൻ്റലിജൻസിനെയാണ് നമ്മൾ ഈ സുപ്രീം ഇൻ്റലിജൻസ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, ലിമിറ്റഡ് മൈൻഡ് വെച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സുപ്രീം സംഗതി ആയതുകൊണ്ട് അതിനെ ഈശ്വരൻ എന്ന് കുറേ ആളുകൾ അങ്ങനെ പേരിട്ട് അതിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ വിഗ്രഹം, അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സുപ്രീം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു. പക്ഷേ ഇതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നതാണ് എന്ന് അറിവുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതിനവർ പല രീതിയിലുള്ള ടൂൾസും എടുത്തു. അതിൽ ഒരു ടൂളാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ദൈവങ്ങൾ എന്ന് ഭാവമൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വിഗ്രഹങ്ങൾക്കകത്ത് ഇപ്പോൾ ഗണപതി എന്ന് പറയുന്ന വിഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗണപതി മിത്താണോ? അപ്പോൾ അത് ഈ പറയുന്ന ഒരു കാര്യത്തിനെ കാണിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോമാണ്. ഇത് ഞാൻ പറയുമ്പോൾ കോൺട്രവേഴ്സി ഉണ്ടാകും. പക്ഷേ ഇത് എന്തോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം എന്തോ കാര്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഈ ഫോം ഡിസൈൻ ചെയ്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാരണം വന്നിരിക്കുന്നത്. അപ്പോൾ അതുണ്ട്. പക്ഷേ അതിന് ഇങ്ങനൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫോമാണ്, ഒരു പ്രാവശ്യം കണ്ടാൽ മറക്കാൻ പറ്റാത്ത ഫോം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. തടസ്സങ്ങൾ മാറ്റുന്ന വിഘ്നേശ്വരി, പല പേരുകളൊക്കെ കൊടുത്തിരിക്കുക. ഈ പേരുകളിലെല്ലാം ആ ക്യാരക്ടറിസ്റ്റിക്സ്
വെച്ചിട്ട് ആ പേരുകൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായി. അപ്പൊ അതിൽ മൈൻഡിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ആണ്, നമ്മൾ റിഫൈൻഡായി പോകാൻ വേണ്ടി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിഫൈൻ നമുക്ക് ബോഡിയിൽ ഉണ്ടാവാൻ അല്ലെ മനസ്സിലുണ്ടാവാനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരു പ്രതീകം കാണണമെങ്കിൽ വേണമെങ്കിൽ മതി എന്നുള്ള അർത്ഥമാണ്. അതെ അതെ. ഇല്ലെങ്കിൽ അതിന് പോണ്ട. അല്ലാതെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ യോഗ വഴിയോ കർമ്മയോഗ വഴിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഭക്തി യോഗത്തിൽ പോകണമെന്ന് നിർബന്ധം ആരും പറയുന്നില്ല. ജ്ഞാനയോഗത്തിൽ വഴിയൊക്കെ പോകാം, നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പൊ പിന്നെ പുനർജന്മം. അപ്പോൾ ഈ പുനർജന്മത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞിരുന്ന ഒരു കുറച്ചൊരു കോൺട്രവേഴ്സിയുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ ആവശ്യത്തിലേക്ക് വേണ്ടി. ഇപ്പം ജനിച്ച ഒരു മനുഷ്യൻ്റെ ഈ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റിയുടെ ബേസിൽ കിടക്കുന്ന കെമിക്കൽ ഫങ്ഷൻസ് ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അത് ഓണൗട്ടായി കഴിയുമ്പോൾ ഈ ഫങ്ഷൻ അങ്ങ് നിൽക്കും. ഈ ഫങ്ഷൻ നിൽക്കുമ്പോഴത്തേക്കും ഇത് മുന്നോട്ട് പോകത്തില്ല, ആൾ മരിച്ചു എന്ന് നമ്മൾ എടുക്കുന്നു. പിന്നെ ഒരു ഫങ്ഷനും അതിനകത്തില്ല. അപ്പോൾ ഈ മരിക്കുന്ന ആ സമയം എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ മരിക്കുന്ന വ്യക്തിയുടെ ഈ എനർജി റിലീസിങ് സിസ്റ്റം ഡിഫങ്ക്റ്റായി ആ സമയത്തേക്ക് ഇനിയും വർക്ക് ചെയ്യത്തില്ല എന്ന് ഉറപ്പാണ്. ഇത് നമ്മൾ കാണുന്നത് വെച്ചാൽ ശ്വാസം എടുത്ത് അകത്തോട്ട് എടുക്കുന്നു, പുറത്തോട്ട് പോകുന്നു, ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഹാർട്ട് ഈ ഓക്സിജനെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് എത്തിക്കുകയും അതിൽ വേണ്ടുന്ന ഓക്സിഡേഷൻ പ്രോഗ്രാം ചെയ്ത് എനർജി റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുറേ കൂടെ സബ്റ്റിൽ കാര്യങ്ങളാണെങ്കിലും ആ കാലത്ത് നോക്കിയപ്പോഴത്തേക്ക് അവരിങ്ങനെ ഫങ്ഷൻ നടന്ന് ജീവശക്തി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരമെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം നമ്മുടെ കൺട്രോളിലാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സംഗതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തിനെ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി ചില ഫോംസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാം ഇല്ലാതെയും മനസ്സിലാക്കാം, ഫാം വെച്ചും മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫാമിൽ കൂടെ വെച്ച് മനസ്സിലാക്കി പോകുന്ന സിസ്റ്റത്തിൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണിതെല്ലാം എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഒരു നമ്മളെക്കാളും സുപ്രീമായ ഒരു തലത്തിലാണ്, നമ്മുടെ ഇൻ്റലിജൻസിനെ പോലും ഇത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സുപ്രീം ലെവലിലാണ് ഈ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അഡറേഷനും ഈ പ്രകൃതി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ എവല്യൂഷൻ ആയിക്കോട്ടെ, അങ്ങനെയാണ് എവല്യൂഷനിസ്റ്റുകൾ പറയുന്നത്, വേറൊന്നുമില്ല, ഇത് എവല്യൂഷനിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയും. ആയിക്കോട്ടെ, ആ കാര്യം ഇങ്ങനെ നടന്ന് ഇപ്പോഴത്തെ ഒരു പ്രത്യേക കണ്ടീഷനിലേക്ക് ഇത് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ ഇൻ്റലിജൻസിനെ എൻ്റെ മുമ്പ് ഞാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുകയും അതിൽ സറണ്ടർ ചെയ്യാം എന്ന് ഒരാൾക്ക് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുന്നതിനാണ് നമ്മൾ ഈ ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലല്ല ഇത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും സാധ്യമല്ല. അപ്പോൾ ഇങ്ങനൊരു സുപ്രീം കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ സറണ്ടർ ചെയ്താൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇരുന്നത് കണ്ടുപിടിക്കാനായിട്ടും ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും, എൻ്റെ അസമാധാനമാണ് ഉണ്ടാകുന്നത്. അവസാനം വീഴുമ്പോൾ ഒരു വടി പിടിക്കും പോലെ അതെ, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് കണ്ടിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാനും പ്രയാസമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ സറണ്ടർ ചെയ്തിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇയാളുടെ ആ ഇൻ്റലക്ച്വൽ പ്രോഗ്രാം ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റലക്ച്വൽ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രോഗ്രാം അനാലിസിസ് ആൻഡ് സിന്തസിസ്, ജഡ്ജ്മെൻറ്റ് മേക്കിംഗ്, കോൺസെപ്ച്വലൈസേഷൻ, ഇമാജിനേഷൻ, ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യോഗിക് കണ്ടീഷനിലേക്ക് ഇയാൾ വരും. ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ് പതുക്കെ താന്നു വരും. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് റെസ്റ്റും സമാധാനവും ഉണ്ടാവുകയാണ്. റെസ്റ്റ് ഉണ്ടാകുന്ന ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവും. അങ്ങനെ സമാധാനം ഉണ്ടാകുന്ന ആ ക്ലാരിറ്റി ഉണ്ടാവും. ആ ക്ലാരിറ്റിയിലൂടെ നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് തന്നെ മനസ്സിലാവും. ക്ലാരിറ്റി ഇല്ലാതെ നോക്കുമ്പോൾ നമ്മളിലുള്ള ഇൻപുട്ടെല്ലാം കൂടെ ആ കണ്ടതിൽ ആരോപിച്ചിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് സാധാരണ മനസ്സിലാക്കൽ നടക്കുന്നത്. ഇപ്പോൾ അതില്ല, ആ ഇൻപുട്ടൊന്നും ഇടുന്നില്ല. ഇത് ഏതോ ശക്തി ഉണ്ടാക്കിയിരിക്കുകയാണ്, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ നമ്മുടെ മനസ്സങ്ങ് ഡ്രോപ്പായി പോകും. അങ്ങനെ നമ്മുടെ മനസ്സ് ഏത് മുഹൂർത്തത്തിൽ ഇങ്ങനെ ഡ്രോപ്പാകുമോ ആ സന്ദർഭത്തിൽ ഡ്രോപ്പാവുന്നത് നമ്മൾ അതുവരെ പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹെവിനെസ് ഡ്രോപ്പായി പോകും. പല കാര്യങ്ങളിലുള്ള ഹെവിനെസ് ഡ്രോപ്പാകും. ആ ഹെവിനെസ് അങ്ങ് ഡ്രോപ്പായി വരുമ്പോൾ വരുന്ന റിലീഫ്, ആ റിലീഫാണ് നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ റിലീഫിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഞാൻ രണ്ടല്ല, എനിക്ക് സെപ്പറേറ്റ് എക്സിസ്റ്റൻസും ഇല്ല,
ഞാൻ ഈ പ്രകൃതി തന്നെയാണെന്ന്. അതുകൊണ്ട് പരമാത്മാവിന്റെ സങ്കല്പമൊക്കെ അതാണ് അവിടെ നിന്ന് അത് വരും. അപ്പം ഞാനാണ് ഈ പരമാത്മാവ്, ഞാനാണ് ഈ പാർട്ട് ഓഫ് പരമാത്മാവാണ് ഞാൻ, ഒന്നിന്റെ ഭാഗമാണ് ഞാൻ എന്നറിയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിടന്ന് ബഹളം ഉണ്ടാക്കാനില്ല. ആ ഒരു റിയലൈസേഷൻ വരുന്നതിന് നമ്മൾ റിയലൈസേഷൻ എന്നും മറ്റും പറയും. അങ്ങനെ ആ സ്ഥലത്ത് വളരെയേറെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നാണെന്ന് തോന്നിക്കും. ഞാൻ വ്യത്യസ്തനല്ലെന്നും ഈ പ്രകൃതിയാണ് ഞാനെന്നും അല്ലെങ്കിൽ പരമാത്മാവാണ് ഞാനെന്നും നമുക്ക് തോന്നുന്ന സമയത്ത് വരുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ. ഞാൻ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന, അങ്ങനെ ഫ്രാഗ്മെൻ്റ് ചെയ്തിരുന്ന ഞാൻ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ വരുന്ന ഒരു അനുഭൂതിയെ പ്രേമം എന്ന് പറയും. ഇതാണ് ഈ പ്രേമാനുഭൂതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടാകുക. അതൊക്കെ ബോഡിയുടെ കെമിസ്ട്രിയൊക്കെ മാറിയിട്ടാണ്, അല്ലാതെ ഇപ്പം ഒന്നും ആകാശത്തൊന്നും ബോഡി കെമിസ്ട്രി എല്ലാം മാറിയിട്ട് ഈ അനുഭൂതിയിലേക്ക് വരിക, ആ ഓൺനെസ്സിൻ്റെ എക്സ്പീരിയൻസിലേക്ക് വരിക, സമാധാനത്തിൻ്റെ എക്സ്പീരിയൻസിലേക്ക് വരിക. അതുകൊണ്ട് ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ആ പരമാത്മാവിലേക്ക് ഇടാൻ ശ്രമിച്ചു. ഒന്നും ആട്രിബ്യൂട്ട്ലെസ് ആണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ സർവസാക്ഷിയാണെന്നും സർവ രക്ഷകനാണെന്നും സർവശക്തനാണെന്നും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നും അത് അനങ്ങുന്നില്ലെന്നും നിറഞ്ഞു നിൽക്കുന്നതാണെന്നും ഏകമാണെന്നും നിത്യമാണെന്നും വിമലമാണെന്നും അചലമാണെന്നും സർവദാ സാക്ഷിയായിട്ട് മാത്രം നിൽക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൽപ്പനയിൽ നമ്മൾ അങ്ങനെ ഈ കൽപ്പനയും പോകണം, സമാധാനം വരണമെങ്കിൽ. എങ്കിലും അത് ഒരു വലിയ താങ്ങായിട്ട് അവിടെ വന്നിരിക്കും. അതിലോട്ട് ലയിച്ചിരിക്കുന്നതിന് നമ്മൾ ഈ പ്രിലിമിനറി സമാധി എന്ന് കണക്കാക്കും യോഗത്തിൽ മറ്റും വെച്ച് ഞാനെന്ന് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രവുമായി ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. മരിച്ചുപോയി ഒരാൾ, മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവൻ പോയി. ജീവൻ പോയാൽ ബോഡി വന്നെങ്കിൽ നമ്മൾ അടക്കും, അല്ലെങ്കിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ നമ്മൾ ക്രിമേഷൻ, ഇലക്ട്രിക് ക്രിമേഷനിൽ കൊടുക്കും. എന്ത് കൊടുത്താലും ആ ബോഡിയിൽ നിന്ന് കുറച്ച് ഹൈഡ്രജൻ, കുറച്ച് ഓക്സിജൻ, കുറച്ച് കാർബൺ ഡയോക്സൈഡ്, കുറച്ച് വെള്ളം, പിന്നെ ബോഡിയിലുള്ള ഈ മൂലകങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ വന്നേ കഴിയൂ. കാരണം കംപ്ലീറ്റ് തീരുന്നില്ലല്ലോ, ഭസ്മമെങ്കിലും ഇവിടെ വന്നേ കഴിയൂ. ഇത് വീണ്ടും കോടാനുകോടി ജീവികളുടെ, സൂക്ഷ്മജീവികളുടെ അന്നമായും റാമിറ്റിലായി മാറാമല്ലോ. അങ്ങനെ അത് മാറുന്നത് വീണ്ടും നമ്മൾ ലൈഫ് സൈക്കിൾ ചിന്തിച്ചാൽ അത് വേണമെങ്കിൽ അടുത്ത് ചെടിക്കാകാം. ചെടിയിൽ നിന്ന് പുല്ല് മുതൽ പൂനാര വരെയുള്ള, പുഴു വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ചാക്രിക വ്യവസ്ഥയിലാണ് നമ്മൾ ലൈഫ് സൈക്കിളിലാണ്. സൈക്കിൾ ഓഫ് ലൈഫിൽ, ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മറ്റേ ചെറിയ ജീവി വലിയ ജീവി ആ സൈക്കിളല്ല, ജീവശാസ്ത്രത്തിൽ പഠിക്കുന്ന സൈക്കിളല്ല, അല്ലാതെ സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ജന്മത്തിൽ ഞാൻ നേടിയ അല്ലെങ്കിൽ എൻ്റെ ബോഡി തീരുമ്പോൾ അടുത്ത കോടാനുകോടി വസ്തുക്കൾക്കുള്ള റാ മെറ്റീരിയലായിട്ട് ഞാൻ മാറുകയും അത് വീണ്ടും എൻ്റെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കുന്നു, അടുത്ത അച്ഛനമ്മല്ല പുതിയ ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഐറ്റമായിട്ട് അത് മാറുന്നു, അതിൽ പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ ഒരു ചാക്രിക വ്യവസ്ഥ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും. അതുകൊണ്ടായിരിക്കുമോ നമ്മുടെ പഴയ ആളുകൾ പറഞ്ഞത് പുല്ല് ഈ അടുത്ത ജന്മമൊക്കെ നീ പുഴുവായിട്ട് ജനിക്കും, അല്ലെ പുല്ലായിട്ട് ജനിക്കും, നീ ബഹളം കാണിക്കരുത് എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ് അവർക്ക് അത്രയും സയൻസ് അറിയില്ലെങ്കിലും ഈ ഒരു റാ മെറ്റീരിയൽ ഒരു ബോഡി തീരുമ്പോൾ അതിന്റെ റാ മെറ്റീരിയൽ അടുത്തതിന്റെ മെറ്റീരിയലായിട്ട് പോയി ഇങ്ങനെ ഒരു സൈക്കിളായി പോകുന്ന ഒരു പ്രോസസ് ആണല്ലോ. കാരണം ഇത് ഒന്നും ഉണ്ടാവുന്നില്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. ഈ ശൂന്യതയാണെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നില്ല, ഈ പ്രോസസ്സ് മാത്രമല്ലേ ഉള്ളൂ. ഹൈഡ്രജന്റെ പ്രോസസ്സ്, വാട്ടറിന്റെ പ്രോസസ്സ്, എല്ലാത്തിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമല്ലേ ഉള്ളൂ, സ്റ്റേജസ് മാത്രമല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. രൂപപ്പെടുക, കുറച്ചു കാലം നിലനിൽക്കുക, രൂപം മാറുക. സംഹരിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ലാതാവും. സംഹരിച്ചാൽ ഒന്നും ഇല്ലാതാവണം, അത് പറ്റത്തില്ലല്ലോ, അതിന്റെ രൂപം മാറുകയാണ്. ഇപ്പൊ രൂപമാറ്റം, വീണ്ടും രൂപം ഉണ്ടാവുന്നു, വീണ്ടും കുറച്ചാലും നിൽക്കും, ഈ അസ്തിത്വമുണ്ട്. ഇങ്ങനെ പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നോക്കിക്കോളാം, ഈ എവല്യൂഷൻ്റെ ഈ ഹോൾ പ്രപഞ്ചത്തിൻ്റെ എവല്യൂഷൻ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ ഒക്കെ ഇങ്ങനെ പറയുന്നു 13,000 കോടി വർഷമാണ് നമ്മുടെ ഈ യൂണിവേഴ്സിൻ്റെ വയസ്സെന്ന് ഒക്കെ ഒരു കോൺസെപ്റ്റൊക്കെ പറയുന്നു. അതെങ്ങനെയാണ് അവർ ചിലപ്പോൾ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ചതായിരിക്കും. അപ്പോൾ അതിൽ 10,000 വർഷങ്ങളായിട്ട് ഞാൻ കണ്ടതാണ്. 10,000 വർഷങ്ങളായിട്ട് ഈ അയൺ എന്ന് പറഞ്ഞ ആ എലമെൻറ്റ് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ബ്ലഡിലൊക്കെ വലിയ സ്ഥാനം വഹിക്കുന്ന, നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഈ സാധനം ഈ 10,000 കോടി വർഷമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയും ഇപ്പോൾ ഒന്ന് നിൽക്കുന്നു. ഇത് തന്നെ മറ്റ് പല ശരീരങ്ങളിലൂടെയും കയറി എൻ്റെ ശരീരത്തിൽ എന്നെ അനക്കിക്കൊണ്ട് എന്നെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഇൻഗ്രീഡിയൻ്റായി നിൽക്കുന്നത് പോലെ ഈ പ്രകൃതിയിലുള്ള കോടാനുകോടി സംഭവങ്ങൾ കൂടെ ചേർന്നിട്ടാണല്ലോ ഓരോ ജീവനും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മരിച്ചു കഴിയുമെന്ന് പറഞ്ഞാൽ ഇത് പോകുന്നില്ല, ഇതെല്ലാം ഇവിടെ ഉണ്ട്, ഒന്നും ഇവിടെ നിന്ന് പോകുന്നില്ല.
ഷേപ്പ് മാറുന്നു. സാറ് പറഞ്ഞതല്ലാതെ വേറൊന്നും ഒക്കത്തില്ല. ഒരു സംശയം കൂടി, ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയും അമ്പലത്തിൽ പോവുക, പൈസ ഇടുക, അല്ലെങ്കിൽ എന്തൊരു കാര്യം സാധിക്കുക, അർച്ചന നടത്തുക, പൂജ നടത്തുക എന്നതിനപ്പുറം ഒരു പുതിയ തലമുറ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ചെറിയ പ്രായം മുതൽ ഇതൊക്കെ പഠിച്ചു വരാനുള്ള ഒരു പഠന പദ്ധതി എന്തെങ്കിലും ഗുരുജി ഡിസൈൻ ചെയ്തിട്ടുണ്ട്? ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ഞാൻ ഇതിനകത്ത് നോക്കുന്നത് സൂക്ഷ്മമായിട്ട് നമ്മൾ ബയസ്ഡ് ആകാതെ എപ്പോഴാണോ നമ്മൾ എന്തിനെ അപ്രോച്ച് ചെയ്യാനും ബയസ്ഡ് അല്ലാതെ നമ്മൾ ഒബ്സർവേഷനിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് പഠനം നടക്കുന്നത്. അതാണ് എൻ്റെ ബേസ്. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് കാര്യങ്ങളെ തന്നെ വീണ്ടും ഓരോന്നിൽ ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അതാണെന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അതെ അതെ, കറക്റ്റ്. അപ്പം നമ്മൾ ഈ ബയസ് ഇല്ലാതെ, അതായത് പ്രിജുഡീസ് ഒന്നുമില്ലാതെ, മുൻവിധികളില്ലാതെ, ഒരു നേരത്തെ ഉള്ള മുൻവിധികളൊന്നുമില്ലാതെ കാണുന്നതിനെ അതേപടി കാണുക, പ്രൊജക്ഷൻ നടത്താതെ കാണുക. അതിന് നമുക്ക് ടൂൾസ് എല്ലാം ഉപയോഗിക്കാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ ടൂളും എടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണ് അത് കാണുന്നത്. അങ്ങനെ കണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, രൂപഭേദം സംഭവിച്ച് കൊണ്ടിരിക്കുന്നെങ്കിലും ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നിനും അങ്ങനത്തെ ഒരു നാശം വരുന്നില്ല, രൂപഭേദം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഈ രൂപം നമ്മൾ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുന്ന സങ്കല്പത്തിനകത്ത് പെടുന്ന പോലെ അതങ്ങ് ഹൈ ഡെൻസിറ്റി അങ്ങോട്ട് വന്നിട്ട് പ്രകാശത്തിനെ പോലും വെളിയിൽ വിടാതെ അത് ഒരു പിൻ ഹെഡ് പോലും ഇല്ലാത്ത അത്രയും കോൺസെൻട്രേഷനിലേക്ക് പ്രപഞ്ചം ഒതുങ്ങി വന്നിരുന്നിട്ട് ആ പ്രശ്നം കൊണ്ട് അത് വീണ്ടും ബൃഹത്തായി മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നു വീണ്ടും എന്നൊക്കെ ഇപ്പം പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ ഇവിടെ ഉണ്ടാകുന്നുമില്ല, ഇല്ലാതാകുന്നുമില്ല, മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സത്യമാണ്. അത് സത്യം എന്ന് വെച്ചാൽ അതെപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു, നിത്യമായി നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ നമുക്കൊരു സത്യം എന്ന് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ സത്യത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നു. പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഗുരുജിയുടെ അപ്പം അത് നമുക്ക് വളരെ ആദ്യം റാഷണലായിട്ടാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ബേസിസിൽ പോയിട്ട് വേറെ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് പിന്നെ വേറെ മാറിപ്പോവും. അതില്ലാതെ അൺബയസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷനോടുകൂടി നമ്മൾ ഇതിൻ്റെ മാക്സിമം കാണാമെന്നുള്ള തന്നെ തുടങ്ങാം. നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങണം. അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ടിട്ട് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അനുഭവമാണ് എന്ന് സത്യസന്ധമായി പറഞ്ഞിട്ട് അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു നോളജ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായതുകൊണ്ട് സത്യസന്ധമായി നമ്മൾ ചെയ്യണം എന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന മെസ്സേജ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ചെയ്യുന്ന കാര്യങ്ങൾ? അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഒബ്സർവേഷനാണ് ഇതിൻ്റെ ബേസ് കീ. മനസ്സിലാക്കാനുള്ള കാര്യത്തിൻ്റെ ബേസ് കീ ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇന്നലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഒബ്സർവേഷൻ നടക്കില്ല. പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ മാറ്റി കാണുന്ന പരിപാടിയെ നടക്കും. അല്ല, അപ്പം ഞാൻ ചോദിച്ചത് കുറച്ച് ക്ലാരിറ്റി വരാൻ വേണ്ടി, ട്യൂട്ടോറിയൽ ആണോ, ട്രെയിനിങ് ആണോ, കോഴ്സ് ആണോ, എന്താണ് ശരിക്കും ചെയ്യുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒബ്സർവേഷന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സമാധാനമാണ്. നമുക്കിപ്പോൾ സമാധാനം ഉണ്ടോ എന്ന് നോക്കിയാൽ കുറച്ച് സമാധാനം ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പക്ഷേ സാധാരണഗതിക്ക് അസമാധാനവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സമാധാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് എന്ത് ചെയ്താൽ ഉണ്ടാകും സമാധാനം? എന്തിനാണ്? ഈ ക്ലാരിറ്റി ഓഫ് ഒബ്സർവേഷൻ ഉണ്ടാകാനാണ്. ഈ തെറ്റായ അറിവുകൾ ഉണ്ടാവാതെ ക്ലാരിറ്റി വന്നിട്ട് കണ്ടത് അതുപോലെ കാണാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സമാധാനമാണ്. ആ സമാധാനം ബോഡിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ സമാധാനം നമുക്കറിയാൻ പറ്റത്തില്ല. അല്ലേ? അവിടെ വേദന, ഇവിടെ വേദന എന്നൊക്കെ. അപ്പോൾ ഈ വേദനയും ഇതെല്ലാം മാറ്റണമല്ലോ. ഈ ആവശ്യമില്ലാതെ ബോഡി കയറി കൂടിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് പഴയ പോലെയൊക്കെ ആക്കി എടുത്ത് ഫ്ലെക്സിബിളാക്കി ബോഡിയെ വെക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ പല ആചാര്യന്മാരും പറഞ്ഞത് നോക്കുമ്പോൾ അത് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സസൈസും മറ്റുമൊക്കെ ചെയ്യണം. ഇതിനെ യോഗ എക്സസൈസുകൾ എന്ന് പറയാം. അതുകൊണ്ട് ഈ മെഡിറ്റേഷനും ഉണ്ട്. അതുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുക. പിന്നെ നമുക്ക് ആൻസൈറ്റിയോ ഫിയറും ഫ്രസ്ട്രേഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശ്വാസഗതി ഇമ്മീഡിയറ്റ് ആയിട്ട് മാറുമല്ലോ. പഴയ ശ്വാസഗതി ആയിരിക്കില്ല. ആ മുഹൂർത്തത്തിൽ മാറിയ ശ്വാസം വലിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റിനനുസരിച്ചാണ് ശ്വാസഗതി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാമായിട്ടിരിക്കണമെങ്കിൽ എങ്ങനെ വലിക്കണം എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രീത്തിങ് കുറേ എക്സസൈസുകൾ പ്രാണായാമ എക്സസൈസുകളായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പർപ്പസിലാണ്. അതുകൊണ്ട് അത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിലും അത് നടക്കും നമുക്ക്. എന്നാലും പെട്ടെന്നൊരു മുന്നോട്ട് പോയി മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് പ്രാക്ടീസുകൾ ചെയ്യേണ്ടി വരും.
പിന്നെ ഒരു കാര്യം നടക്കുന്നത് വെച്ചാൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ വിലയിരുത്തുന്ന ഒരു സ്വഭാവം മനുഷ്യർക്ക് ജസ്റ്റ് കണ്ടോണ്ട് ഒരു അണ്ടർ എസ്റ്റിമേഷൻ പോലെ അങ്ങ് പോകും. അങ്ങനെ പോയാൽ ഈ കാര്യം കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഈ കാണുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പഠിക്കേണ്ടിയുണ്ട്. 5 ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ, 5 സെൻസുകളിലൂടെയും സെൻസ് ഓർഗനുകളിലൂടെയും ലോകത്തിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ കാണുന്നത് അത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതങ്ങ് ടയർഡാകുമ്പോൾ പിന്നെ അതിൻ്റെ പ്രവർത്തനത്തിന് ഉള്ള സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ വരികയാണ്. എന്താണോ കാണുന്നത് അതല്ലേ മനസ്സിലാക്കുന്നത്. അതിന് വ്യതിയാനം വരുമ്പം വ്യതിയാനം വന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് റെസ്റ്റ് കൊടുക്കാനും മറ്റുമായിട്ട് ഈ വിഡ്രോവൽ ഓഫ് സെൻസസ്, പ്രത്യാഹാരം എന്ന് പറയുന്ന പ്രാക്ടീസുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. കാരണം മറ്റ് വീഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ആവശ്യമില്ലാത്തതൊക്കെ. അപ്പോൾ ആ സമയത്തേക്ക് മനസ്സ് ഫോക്കസ് ചെയ്താൽ മനസ്സവിടെ ഇരിക്കും. അപ്പോൾ ആ മനസ്സവിടെ തന്നെ ഒന്നിൽ തന്നെ ഇരിക്കുന്നതിന് ചാടിപ്പോവുകയാണെങ്കിൽ തിരിച്ചു പിടിച്ച് അവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതൊരു സ്ട്രെനുവസ് പ്രോഗ്രാമായിട്ട് നിൽക്കും. അങ്ങനെ നിരന്തരമായ ഒരു മൈൻഡ് എഞ്ചിനീയറിംഗ് ആണെന്ന് പറയാൻ പറ്റും, ആണെന്ന് തന്നെ പറയാം. ദീർഘകാലം ഇത് ചെയ്തു വരുമ്പോൾ ഈ സ്ട്രെയിൻ അങ്ങ് മാറും. സ്ട്രെയിൻ ഇല്ലാതെ നമുക്കൊരു കാര്യത്തിൽ സൂക്ഷ്മമായിട്ട് മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ വരും. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദ മൈൻഡ് ടു ദ പോയിന്റ് ഓഫ് അറ്റൻഷൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതിൻ്റെ കോഴ്സുകൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എത്ര പീരീഡ് എടുക്കും ഒരാളിന് വന്നാൽ ചെയ്യാൻ? ഇത് ഇപ്പോൾ ആളുകളുടെ സൗകര്യം സമയമൊക്കെ കോഴ്സ് എന്നുള്ള നിലയിൽ ഒരു മാസത്തെ കോഴ്സ്, 2 ആഴ്ചത്തെ കോഴ്സ്, അല്ലെങ്കിൽ ഒരു വർഷത്തെ. സാധാരണഗതിക്ക് ഈ കാര്യമൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് 2-3 മാസം നമ്മളെങ്കിലും വെച്ചാൽ ബേസൊക്കെ കിട്ടും. പിന്നെ അത് നമ്മൾ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അത് അവരവരുടെ സിൻസിയറിറ്റി അനുസരിച്ചാണ്. അതിനെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് നമ്മളുടെ അനുഭവത്തിൽ കാണുന്നതാണ്. ദീർഘകാലം നൈരന്തര്യ സത്കാര ആസേവിത ദൃഢഭൂമി എന്നാണ്. ദീർഘകാലം നിരന്തരമായി ചെയ്യുന്ന ധ്യാനം അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ തരും, അതിലേക്ക് ഇറങ്ങിപ്പോകാനും അത് മനസ്സിലാക്കാനും. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കത്തില്ല. അതുകൊണ്ടാണ് ആ ടേം നമുക്ക് ആ പീരീഡ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്ക് വരുന്ന അസുഖം ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി ട്രീറ്റ് ചെയ്യുമ്പോൾ വൈദ്യൻ പറയുന്ന അനുസരിച്ച് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ പ്രിൻസിപ്പിളാണ്. അത് അങ്ങനെ പറ്റും. അപ്പം നമുക്ക് ഇപ്പം ചിലർക്ക് പെട്ടെന്ന് പറ്റാം, ചിലർക്ക് കുറച്ചുകൂടെ സമയം എടുക്കും. അതെ, തീവ്ര സംവേഗനാം ആസന്നം എന്നാണ്. അപ്പോൾ തീവ്രമായ പ്രാക്ടീസുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരന്തരമായ ധ്യാനം സാധനയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. അല്ല, പതുക്കെ ആണെങ്കിൽ പതുക്കെ നടക്കും. ഈ കുട്ടികൾ എങ്ങനെയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്, പുതിയ തലമുറയൊക്കെ? അത് അവർ ലഹരി പല കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നൈമിഷികമായി കാര്യങ്ങൾ കിട്ടണം, ഇപ്പം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം, ഉടനെ കൂടുതൽ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണം. അത് തെറ്റല്ല. പക്ഷെ അതിൽ മാത്രമായി അവർ വിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും മരണവും ബഹളവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, ഒരു പെൺകുട്ടി അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ ഒരു ജീവനാണ് പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള നൈമിഷികമായ പണത്തിന് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്ന പുതിയ തലമുറ ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? അത് ഞാനിപ്പോൾ കുട്ടികളെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടിയെ മുതൽ ഇങ്ങോട്ട് നോക്കിത്തോളാം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കുഞ്ഞ് സാധാരണഗതിക്ക് ബ്രെയിൻ ഡാമേജ് ഒന്നും ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന് കാഴ്ചയൊക്കെ വളരെ ലിമിറ്റാണല്ലോ. 2 അടിക്കപ്പുറം ഒന്നും കാണാൻ പറ്റത്തില്ല. സെൻസൊക്കെ പല റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ വളർന്ന ആളിൻ്റെ കണ്ടീഷനിലല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാകും. അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കണ്ണ് വിങ്ക് ചെയ്യത്തേയില്ല. ഒരു റേഞ്ച് കുറവാണ്, 2 അടിയേ കാഴ്ചയുള്ളൂ. പക്ഷേ ആ 2 അടിക്കകത്തിരിക്കുന്ന കാര്യമെല്ലാം കണ്ണ് ഒരിക്കൽ പോലും ചിമ്മാതെ കണ്ണ് തുറന്നിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അതെന്താണെന്ന് അറിയില്ല. ആദ്യത്തെ ഇമ്പ്രഷനാണ്. അങ്ങനെ ഉണ്ടായി കൂടിയ ഇമ്പ്രഷൻസിൻ്റെ ആകത്തുകയാണ് നമ്മൾ കാലം കൊണ്ട്. അപ്പോൾ ആ എന്തൊക്കെയാണോ കണ്ടത്, എന്തൊക്കെയാണോ മനസ്സിലാക്കിയത്, അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആയിരിക്കുന്നത് ഒരു പാർട്ട്. മറ്റേത് നമ്മളെങ്ങനെയാണോ നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് ലോകത്ത് കാണിച്ചിരിക്കുന്നത്, അതും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറുക. മറ്റുള്ളവർ ചെയ്യുന്ന കാണുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് വരും. പിന്നെ അത് മാത്രമല്ല, അവരെങ്ങനെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നതും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി. അപ്പോൾ ഇത് ഒരു നമ്മുടെ മാത്രം തനത് കാര്യം കൊണ്ടല്ല നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഹൂ യു ആർ, ഹൗ യു പ്രൊജക്റ്റ് ആൻഡ് വാട്ട് അതേഴ്സ് ഇവാലുവേറ്റ് അബൌട്ട് യു. അങ്ങനെ സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് ഈ പേഴ്സണാലിറ്റിയുടെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഇനിയൊരു കുട്ടിയെ, ഒരു ഇൻഫൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ പ്യുവറായിട്ട് ഈ ഭൂമിയിൽ വരികയും തുറന്നിരുന്ന കാര്യങ്ങൾ കണ്ണട പോലും അടയ്ക്കാതെ
ഇങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന ആ കുട്ടി ഇപ്പോൾ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ആ കുട്ടിയാണ് ഈ കുട്ടിയായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ എല്ലാ പൊല്യൂഷനും ഇങ്ങനെ വന്ന് കയറിയത് അതെ, ഇതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണോ ഇൻപുട്ട് വരുന്നത്, എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം. അതുകൊണ്ടാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ആകത്തുകയാണ്. അത് പലർക്കും പലതാണ്. അവരവർ നിൽക്കുന്ന സ്ഥലത്തിനും വളർന്ന സ്ഥലത്തിനും ജനിച്ച സ്ഥലം ഒക്കെയാണ്, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ, കറപ്റ്റായി പോയാൽ, അല്ലെങ്കിൽ അതിനകത്ത് ഇച്ചിങ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇയാളുടെ പേഴ്സണാലിറ്റിയിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ഇത് വലിയ പരമപ്രധാനമായ ഒരു കാര്യവും വളരെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം പേരൻസിനെ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടി അവിടെ തുടങ്ങണം. അപ്പോൾ സമൂഹത്തിനെ ആകെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. അവിടെ നിന്നാണ്. അല്ല, ഈ ജനിച്ചു വന്ന കൊച്ചിനെ കറക്റ്റ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. അതിൻ്റെ മുമ്പ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട്. അപ്പോൾ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേഴ്സണാലിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ അത് കണ്ടീഷൻ ചെയ്യണം. അല്ല, കണ്ടീഷൻ ചെയ്യുന്നതല്ല. അതെ, അല്ല, അത് അതിന് ആ ഒരു സ്വതന്ത്രമായി കാണാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ കൊടുക്കണം. ഓക്കെ. അതാണ് നമ്മൾ കൊടുക്കാത്തത്. ഇപ്പം നമ്മൾ ഒരു കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ പറയും സൂക്ഷിച്ച് പോകണം. അതെ, സൂക്ഷിച്ചാണല്ലോ പോകുന്നത്. എന്തിനാണ് ഈ ഡയലോഗ് നമ്മൾ പറയുന്നത്? നമ്മുടെ ആൻസൈറ്റിയാണ്. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കുകയാണ്. അല്ലേ, ഞാൻ സൂക്ഷിച്ചല്ലേ പോകുന്നു. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതെ, കറക്റ്റ്. ഈ അറിയാത്ത, നമുക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താണ് ചെയ്യുന്നതെന്ന് ബോധമില്ലാതെ നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുട്ടി സൂക്ഷിച്ച് കാല് തട്ടും, സൂക്ഷിച്ച് കയറും, കാലൊക്കെ തട്ടാതെ കയറും. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത നമ്മുടെ ഫിയേഴ്സ് കണ്ടീഷൻ ചെയ്ത് കൊണ്ടുപോകണം ആളിനെ. അങ്ങനെ വരുമ്പോൾ ആ പ്രാജനി ഈ കണ്ടീഷൻ്റെ പ്രാജനിയാണ്, അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ എവിടെ തുടങ്ങും? അതിനെ ചെയ്താൽ മതിയോ? ഇപ്പുറത്തും ചെയ്യണം. ഈ സൊസൈറ്റിയിൽ ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയെ അഡ്രസ്സ് ചെയ്യേണ്ടത്. വിഘടിച്ചിരിക്കുന്ന സൊസൈറ്റിയാണ്. എന്നുവെച്ചാൽ ടോട്ടലി കണ്ടീഷൻഡായിട്ട് സൈഡ് എടുത്ത് പാർഷ്യൽ മാത്രമാണ് അവരുടെ ഫങ്ഷൻ. മൈൻഡ് ചില പ്രത്യേക ആംഗിളിൽ കൂടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആ പർട്ടിക്കുലർ പ്രിജുഡിസുകളിൽ നിന്ന് മാറി അൺബയസ്ഡായിട്ട് ലോകത്തെ കാണാനായിട്ട് അവർ ശ്രമിച്ചില്ലെങ്കിൽ അവർ ഈ ലോകത്തെ കറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ആദ്യത്തെ പങ്ക് അവർക്കായിരിക്കും എന്ന് തിരിച്ചറിയണം. അത് അവർ സ്വയം ബോധ്യപ്പെടുന്ന സമയത്താണ് അവരുടെ മുമ്പ് വരുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് കൃത്യമായി എടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. രണ്ട് കാര്യം കൂടി. ഒന്ന്, ദൈവം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രജ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബ്രഹ്മം എന്നൊക്കെ പറയുന്നതിൻ്റെ കണ്ടീഷൻ നമ്മൾ അറിയുന്നത് ഓൺ ടു ഓൺ പ്രോസസ്സാണ്. അല്ലാതെ മറ്റൊരാളിന് കാണിച്ചു കൊടുക്കാനോ ഇതാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഓൺ ടു ഓൺ കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സ്യൽ വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ രമണ മഹർഷി പറയാറുണ്ട്, ഞാൻ എൻ്റെ കൈയല്ല, കൈയാവുമ്പോൾ എൻ്റെ ആയി, ഞാനല്ലല്ലോ, ഞാൻ കൈയല്ല, ഇങ്ങനെ ഓരോ പാട്ടല്ല. അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടത്, അങ്ങനെയാണെങ്കിൽ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണം, അപ്പോൾ ഇതാണ് ആ വീഡിയോ കണ്ടത്. തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, കൈയില്ലെങ്കിൽ ഞാനുണ്ട്, കാലില്ലെങ്കിൽ ഉണ്ട്, എല്ലാം ഞാനുണ്ട്. പക്ഷെ എൻ്റെ തല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല എന്ന് പറയും. അതായത് തലയ്ക്ക് അപകടം പറ്റിയ പിന്നെ ഞാനില്ല, അത് പൊട്ടിപ്പോയാൽ പിന്നെ ഞാനില്ല. അപ്പോൾ പിന്നെ ഒരു ചോദ്യം, എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം, അങ്ങനെ ഒരാളുടെ തലവെട്ടി പോവുകയോ മരിച്ചു പോവുകയോ ചെയ്താലും ഞാനുണ്ട്. ഞാനെന്നൊരു സ്വത്വമാണത്. അതിനിരിക്കാനൊരു പ്രതലം വേണം. അതൊരു പ്രതലത്തിലേ ഇരിക്കുകയുള്ളൂ. അല്ലാതെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിലല്ലേ ചിന്തയുള്ളൂ, അല്ലാതെ വെറുതെ ഒരു ചിന്തയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രതലം വേണം ഇരിക്കണമെങ്കിൽ. അപ്പോൾ ശരീരമാകുന്ന ഒരു പ്രതലത്തിൽ മാത്രം, അത് ബോധമുള്ള, ലുണാറ്റിക്കായാലും പറ്റത്തില്ല. ലുണാറ്റിക്കിൻ്റെ ആളിന് ഞാനെന്ന ബോധം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ മാഡ്നെസ്സിലുള്ളവർക്ക് ഉണ്ടാവണം. ഇപ്പം പൂളംപാറ കിടക്കുന്ന ആളുകൾക്ക് ഞാനെന്ന ബോധം അങ്ങനെ ഉണ്ടാവണമെന്നില്ല പലർക്കും. അതേസമയം ഞാനെന്ന ബോധം എന്ന് പറയുന്നത് ഉണ്ട്. അപ്പം ആരാണ് ഞാൻ? അവസാനം ഞാൻ ചോദിച്ചു, ആരാണ് ഞാൻ? എന്നിലെ ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ പറയുമ്പോൾ അദ്ദേഹത്തിലെ. അതെ, അതാണ് ആക്ച്വലി അങ്ങനെ ഒരു വലിയ സ്കീമുള്ളതാണ് ജ്ഞാനയോഗ. അതെ, രമണ മഹർഷി അതിൻ്റെ ഒരു മഹാൻ, അതിൻ്റെ വലിയ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നിരുന്ന
ഒരു മഹർഷിയാണല്ലോ. അപ്പോൾ ആ എക്സ്പ്ലോറേഷൻ നമ്മളിപ്പോൾ ആ സ്ഥലം നോക്കുമ്പോൾ അതൊരു സ്കീമായിട്ടൊക്കെ ഓൾറെഡി ഡിസൈൻ ആണ്. അത് നമ്മൾ പോകണമെന്നില്ല, നമുക്ക് സ്വയം നോക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു ഗൈഡ് ലൈൻ പോലെ ആ സ്കീം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുന്നു. ഈ സാർ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിലും അതിലേക്ക് ഒന്ന് വരാൻ വേണ്ടി ഒന്ന് പറയുന്നെന്ന് മാത്രം. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഹു ആം ഐ എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ ആരാണെന്ന് അറിയാനായിട്ട് ആ ചോദ്യം വരിക. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഈ ശരീരമാണോ, ഈ നേരത്തെ ചോദ്യം ഞാൻ ശരീരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരീരവുമാണ് ആൻസർ വരികയാണ്. ഞാൻ ശരീരമാണ്, പക്ഷേ ഞാൻ ശരീരം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ശരീരം മാത്രമല്ല, അതിൽ കൂടുതൽ എന്തൊക്കെയോ ആണ്. അത് ഞാൻ മനസ്സാണ്, എൻ്റെ സെൻസസ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് സെൻസസ് ഉണ്ട്, പക്ഷേ ഞാൻ സെൻസസ് അല്ല. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എൻ്റെ മൈൻഡാണോ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മൈൻഡുണ്ട്, പക്ഷേ ഞാൻ ആ മൈൻഡ് മാത്രമല്ല. എന്നാൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലിജൻസ് ആയിരിക്കുന്ന ബുദ്ധിയാണോ നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിയുണ്ട്. ഇതേ ആൻസറാണ് വരുന്നത്. എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ബുദ്ധി മാത്രമല്ല. അപ്പോൾ പിന്നെ ഞാനെന്ന് എൻ്റെ അഹങ്കാരമാണോ ഞാൻ? എനിക്ക് അഹങ്കാരമുണ്ട്, പക്ഷേ ഞാൻ ഈ അഹങ്കാരമല്ല, മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെന്താണ്? അപ്പം ഞാനെന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരിക്കുന്നത് എന്തെങ്കിലുമാണോ ഞാൻ? ദ പേഴ്സൺ ഹൂം ഐ തിങ്ക് ഐ ആം ഐ ദാറ്റ് എന്ന് നോക്കാം. എന്ന് നോക്കുമ്പോൾ നമുക്ക് അതിന് ആ ചോദ്യം നിരന്തരമായി മനസ്സിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്: അതുമല്ല ഞാനെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒന്നുമേ അല്ല ഞാൻ. ദെൻ ഹു ആം ഐ എന്ന് വീണ്ടും നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന സ്ട്രാറ്റകളെല്ലാം പൊളിഞ്ഞു വീഴുക. ഇപ്പം ഞാനെന്ന് വിചാരിച്ചിരിക്കുന്ന ഒന്നുമേ അല്ല ഞാൻ എങ്കിൽ ഞാൻ ആരാണ് എന്ന് ചോദ്യം വരിക. അപ്പോൾ ഞാൻ ആരാണെന്ന് നോക്കുമ്പോൾ പിന്നെ ഈ ആകാശത്തോട്ട് നമ്മൾ മലർന്നു കിടന്ന് ആകാശം കണ്ടിട്ട് രാത്രി കിടക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഈ നക്ഷത്രജാലങ്ങളുടെ ഒരു ഗ്രഹമായും മാത്രം നിൽക്കുന്ന ഒരു കൊച്ചു ഗോളമായ ഭൂമിയിൽ ഇരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ വിശാലമായ ഈ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഇതിനെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ അവിടെ ഒരു സ്പേസും ഇല്ല. അപ്പോൾ ഇതിനപ്പുറം നിൽക്കുന്ന അപാരമായ ശൂന്യത, എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള, എല്ലാത്തിനെയും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള, എല്ലാത്തിനെയും വിത്ഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റീസുള്ള ഒരു അപാരമായ ശൂന്യതയോ അത് പൂർണ്ണതയോ അവരവരുടെ സങ്കല്പം അനുസരിച്ച് പിടിച്ചോളുക. അങ്ങനെ നിൽക്കുന്ന ഒരു ബേസാണ് ഞാൻ എന്ന് കാണാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഞാനാണെന്ന മൗഢ്യം മാറുകയും ഞാൻ ഒരു ഞാൻ വിചാരിക്കുന്ന പോലെ ഈ കണ്ടീഷനൊന്നും അല്ല ഞാനെന്നും അതിനപ്പുറമുള്ള ഒരു അൺകണ്ടീഷനായി നിൽക്കുന്ന ആ ബേസാണ്, ആ അപാരമായ സ്റ്റിൽനെസ്സാണ് ഞാൻ എന്നും, അത് ഇനി എൻ്റെ മുമ്പ് നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന മഹാശൂന്യതയും എന്നിലുള്ളിലിരിക്കുന്ന ആ മഹാശൂന്യത, ഇൻ്റലിജൻ്റായിട്ടുള്ള ആ ശൂന്യതയും ഞാനും രണ്ടല്ല എന്നും, നമ്മുടെ പെരുമാറ്റത്തിലും രീതികളിലും നമ്മുടെ അപ്പിയറൻസിലും വരുന്ന ഈ മാറ്റങ്ങൾ ബാധിക്കാതിരിക്കുന്ന ഇന്നർ ട്രാങ്ക്വിലിറ്റി എന്നോ ആ പറയുന്ന ബേസ് ബ്രഹ്മം എന്നോ ഒക്കെ പറയുമല്ലോ, അതാണ് ഞാൻ എന്നറിയുകയും എന്നിലിരിക്കുന്ന ആ ശൂന്യത എന്ന് നമ്മളിപ്പോൾ എടുക്കുക, സ്റ്റിൽനെസ്, അതെൻ്റെ ഓരോ സെല്ലിനകത്തും എൻ്റെ ഓരോ ആറ്റത്തിനകത്തും ഇരിക്കുക. ആ ആറ്റം തന്നെ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇരിക്കാത്ത ഈ ശൂന്യതയിലും അതിരിക്കുക. അതിനകത്തൂടെ ഈ പ്രപഞ്ചത്തിലൂടെ ഈ കാണുന്ന സർവ്വതിലൂടെയും അൺഹിറ്റേഡായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്ന് കാണേണ്ടി വരും. അപ്പോൾ മറ്റത് ഞാൻ ഐഡൻറ്റിഫൈഡായി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഞാനാണെന്നും അത് എൻ്റെ മാത്രം ക്രിയേഷനാണെന്നും അത് സത്യമല്ല എന്നും അതൊരു മിഥ്യാധാരണയാണെന്നും അത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇല്യൂഷനാണെന്നും കണ്ട് ആ ഇല്യൂഷനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ അനന്തമായ ഏകം, നിത്യം, വിമലം, അചലം, സർവഥാ സാക്ഷിയായിട്ട് നിൽക്കുന്ന സാക്ഷിഭൂതം, ഭാവാതീതം, എല്ലാ ഇമോഷനും പുറത്ത് നിൽക്കുന്ന, ത്രിഗുണരഹിതം, എല്ലാ ക്വാളിറ്റിക്കും പുറത്ത് നിൽക്കുന്ന, സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അപാരമായ ആ സത്യമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നതിനെയാണ് ഈ റിയലൈസേഷൻ എന്ന ഐഡിയ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അതാണ് എന്ന് ഉറയ്ക്കുന്നവന് പിന്നെ വിഷമമില്ല. കൈവല്യ അവസ്ഥ എന്നൊക്കെ ഇതിനെയാണ് നമ്മൾ ആ അവസ്ഥ എന്ന് പറയുന്നത്. ആ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ പോസിബിലിറ്റി നമ്മൾ കാണുന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യരുടെ അടുത്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കണം എന്ന ഒരു ഇൻസ്പിറേഷൻ
അതില്ലെങ്കിൽ കുഴപ്പമില്ല. അതെ അതെ കറക്റ്റ്. ആ ഇൻസ്പിറേഷൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ആവേശത്തോടു കൂടി ഈ കാര്യത്തിനെ നമ്മൾ സത്യസന്ധമായി ആവശ്യമില്ലാത്ത ഒരു ഏച്ചുകെട്ടുകൾ അതിൽ പിടിപ്പിക്കാതെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഫോമിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ മൗഢ്യത്തിൽ നിൽക്കുന്ന ഒരു ജീവിവർഗമായി മനുഷ്യൻ മാറുമ്പോൾ എന്ന് ഒരാൾക്ക് തോന്നുന്നെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആ പ്രോസസ്സിലേക്കുള്ള വഴികാട്ടലാണ് ഗുരുജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അതിലേക്കുള്ള ഒരു വഴികാട്ടി ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. അതിനാണ് ഈ സംവിധാനങ്ങളൊക്കെ. വളരെ സന്തോഷം. കാര്യങ്ങൾ ഇത്രയും വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു.